ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അറിയാതെയൊക്കെ ഓക്സ് ഇൻപുട്ട് ഇല്ലാത്ത ഹോം തിയേറ്റർ വാങ്ങുന്ന ഒരു ടി വിയിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്സ് ഒക്കെ ഉള്ള ഇൻപുട്ടുള്ള ഔട്ട്പുട്ടുള്ള ടി വികളാണ്. ഇതിനകത്തെല്ലാം ഓക്സ് ഔട്ട്പുട്ട് നമുക്കുണ്ട്. അപ്പോൾ അത് നമ്മൾ ചില സാംസങ്ങിൻ്റെ മോഡൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന സാംസങ്ങിൻ്റെ സൗണ്ട് ബാർ അത് ചിലതിലൊന്നും ഇപ്പോൾ ഓക്സ് വരാറില്ല. അപ്പോൾ നമ്മൾ അറിയാതെയൊക്കെ വാങ്ങുന്നതാണത്. പക്ഷേ ചില കേസിൽ റിട്ടേൺ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അങ്ങനെ റിട്ടേൺ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ടി വി ഇത് വെച്ച് കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് ഒരു ഒപ്റ്റിക്കൽ, അതായത് ഓക്സിനെ ഒപ്റ്റിക്കലാക്കി കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചെറിയ ഡിവൈസ് വെച്ച് കൺവേർട്ടർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പലർക്കും അറിയില്ല അത് എങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയില്ലെന്നല്ല, നമ്മുടെ ചാനൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് തന്നെ കാണാം. ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറാണ്. ഇതിന് ഏകദേശം ഒരു 500 to 600 രൂപയാണ് വരുന്നത്. ആമസോണിലും അതുപോലെ ലോക്കൽ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പോൾ വരുന്ന ചില ഹോം തിയേറ്ററിൽ JBL അതുപോലെ സാംസങ്ങിലൊന്നും ഓക്സ് ഇൻപുട്ട് വരാറില്ല. അപ്പോൾ നമ്മൾ ടി വി ഓക്സ് ഔട്ട്പുട്ടുള്ളതാണെങ്കിൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റാറില്ല. ARC ഇല്ലാത്ത മോഡൽസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു കൺവേർട്ടർ ഉപയോഗിച്ച് നമ്മുടെ ഹോം തിയേറ്ററും ടി വി ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഈ കൺവേർട്ടറിൻ്റെ കൂടെ വരുന്ന ഒരു AC അഡാപ്റ്റർ 5 വോൾട്ടിൻ്റെ അഡാപ്റ്റർ വരും. പിന്നെ യൂസർ മാനുവലാണ്, 3 ആണ് ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ ആ 5 വോൾട്ട് അഡാപ്റ്റർ നമ്മൾ കണക്ട് ചെയ്ത് നേരെ പ്ലഗിൽ കണക്ട് ചെയ്യുന്നു. ഈ ഓൺലൈനിൽ വാങ്ങിക്കുന്നതിൻ്റെ ശ്രദ്ധയ്ക്ക് ഇത് വർക്ക് ചെയ്തതിന് റിട്ടേണബിൾ ആണോ എന്ന് കൂടെ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. ഷോപ്പിലാണെങ്കിൽ നമുക്ക് മിനിമം ചെക്കിംഗ് വാറണ്ടി തരാറുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യില്ലെങ്കിലും തിരിച്ച് കൊടുത്ത് വേറെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മളത് കണക്ട് ചെയ്തപ്പോൾ റെഡ് ലൈറ്റിനകത്ത് വർക്ക് ചെയ്ത് പവർ വന്നിട്ടുണ്ട്. ശേഷം നമുക്ക് ആ ഒപ്റ്റിക്കൽ കേബിളോടെ ഒന്ന് കണക്ട് ചെയ്യാം. ഔട്ട്പുട്ടിൽ ഒപ്റ്റിക്കൽ കേബിളോടെ കണക്ട് ചെയ്യാം. ഇതിനകത്ത് 2 ഔട്ട്പുട്ട് വരുന്നുണ്ട്, കോആക്സിയൽ ഔട്ടുണ്ട് അതുപോലെ ഒപ്റ്റിക്കലുണ്ട്. അപ്പോൾ നമ്മളുടെ ഹോം തിയേറ്ററിനകത്ത് ഇൻപുട്ട് ഒപ്റ്റിക്കൽ ആയതുകൊണ്ട് ഒപ്റ്റിക്കൽ ഔട്ടാണ് കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് ശേഷം സെബ്രോണിക്സിൻ്റെ സൗണ്ട് ബാറാണ് ചെക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഒപ്റ്റിക്കൽ കണക്ട് ചെയ്തു. ഇനി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് സ്റ്റീരിയോ പിന്നാണ്. അതായത് നമ്മൾ ഹെഡ്ഫോണിൻ്റെയൊക്കെ ഒരൊറ്റത്തെ ഹെഡ്ഫോൺ പിന്നും മറ്റേത് സ്റ്റീരിയോ വരുന്ന പിന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. ചിലത് നമ്മൾ ഫോണിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ചില ഡിസ്റ്റർബൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വാങ്ങിക്കുക സ്റ്റീരിയോ പിന്നെ. മുമ്പ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു കേബിൾ വളരെ നോയ്സൊക്കെ വരുന്നുണ്ട്. ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും ലോക്കൽ കേബിളാണ്. 80 റുപ്പീസൊക്കെ വരുന്ന ലോക്കലാണ്. പക്ഷേ ഇത് കണക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റീരിയോ പിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള തന്നെ വാങ്ങിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഹോം തിയേറ്റർ സൗണ്ടൊക്കെ കൂട്ടുന്ന സമയത്ത് ഭയങ്കര ഡിസ്റ്റർബൻസ് കേൾക്കാറുണ്ട്. അത് എടുത്തതിന് ശേഷം നമ്മൾ ആ ഇൻപുട്ട് അതായത് കൺവേർട്ടറിൻ്റെ ഇൻപുട്ടിലോട്ട് അത് സ്റ്റീരിയോ കൊടുത്തതിന് ശേഷം മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്പിലോ നമ്മൾ ടി വിയിലോ ഏതിലാണോ ആ ഓക്സ് ഔട്ട്പുട്ട് ഉള്ളത്, അതായത് സൗണ്ട് സ്പീക്കർ ഔട്ട്പുട്ട് ഉള്ളത്, അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സൗണ്ട് ബാറിലോട്ട് ആ സൗണ്ട് കേൾക്കും. അപ്പോൾ ചില സൗണ്ട് ബാറുകൾക്ക് ഇപ്പോൾ വരുന്നതിനൊന്നും ഓക്സ് ഇല്ല. അപ്പോൾ ഓക്സ് ഇല്ലാത്ത സൗണ്ട് ബാറുകൾ നമ്മുടെ പഴയ ടി വി അല്ലെങ്കിൽ ഉള്ള ടി വിയിൽ ARC ഇല്ലെങ്കിൽ നമുക്ക് ഓക്സ് വെച്ച് ഇത്തരത്തിൽ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാം. നമ്മളിവിടെ മൊബൈലും ചെക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ ലാപ്ടോപ്പിലും ചെക്ക് ചെയ്യുന്നുണ്ട്. ടി വിയിൽ കണക്ട് ചെയ്താലെല്ലാം ഇത് വർക്ക് ചെയ്യും. അപ്പോൾ എന്തായാലും ഇതൊന്ന് കേട്ട് നോക്കാം. എന്തായാലും സൗണ്ട് ക്വാളിറ്റിക്കൊന്നും യാതൊരു കുറവും വന്നിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്ത അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടാണ്. ഇതിൻ്റെ തന്നെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഉണ്ട്. അതായത് നമ്മൾ ഒപ്റ്റിക്കലിന് നേരെ തിരിച്ചും കൺവേർട്ട് ചെയ്യാം. ഓക്സിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യുന്ന കൺവേർട്ടുകൾ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരം കൺവേർട്ടർ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ: ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങാൻ മാക്സിമം ശ്രദ്ധിക്കുക. നമുക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ റിട്ടേണബിൾ ആയിട്ടുള്ള ഒരു റീസൺ കൊണ്ടാണ് അവിടുന്ന് വാങ്ങിക്കാൻ പറയുന്നത്. ഓൺലൈനിൽ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് അത് റിട്ടേണബിൾ ആണോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.